ഫ്രണ്ട്സ് ഇന്നേ ഇത്തിരി അവൽ വിളയിക്കാൻ പോവാണേ. അതിനായിട്ട് അവൽ, ശർക്കര, പൊട്ടുകടല, പിന്നെ കുറച്ച് തേങ്ങ, ഇത്തിരി കറുത്ത എള്ള്. ആദ്യം നമുക്ക് ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കാം. അതിനായിട്ട് 350 ഗ്രാം ശർക്കര എടുത്തതിന് അത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചു. നന്നായിട്ടൊന്ന് തിളച്ച് ആ കട്ടയൊക്കെ പൊട്ടി അത് മാറ്റി അവിടെ വെച്ചു. ഇനി ചൂട് കെട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാത്രം വലുതാണ്, അതുകൊണ്ട് നെയ്യ് കുറച്ചാണെന്ന് തോന്നുന്നത്. ആവശ്യത്തിനുള്ള നെയ്യുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അതിലേക്ക് പൊട്ട് കടല ഇട്ട് കൊടുത്തു. ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നന്നായിട്ട് വറുത്ത് ഇത്തിരി കളറൊക്കെ മാറി വന്നപ്പോൾ അതിലേക്ക് ആ കറുത്ത എള്ള് അതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തേ. നന്നായിട്ട് അതൊന്ന് ചൂടായി പൊട്ടി ഒക്കെ വന്നു. അങ്ങനെ അത് രണ്ടും റെഡിയായി. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ആ പാത്രത്തിലേക്ക് തന്നെയാണ് നമ്മൾ ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഒഴിച്ചു കൊടുത്തു. അരിപ്പയിൽ കൂടെ വല്ല കട്ടയോ ചീത്ത സാധനങ്ങളുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് അരിപ്പയിലോട്ട് വെച്ചു. അത് നന്നായിട്ട് തിളക്കട്ടെ. ഇത്തിരി നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തായിരുന്നു. ഇത് നന്നായിട്ടൊന്ന് തിളച്ചു. ഇത്തിരി ഒന്ന് വറ്റട്ടെ. അങ്ങനെ തിളച്ച് വറ്റി വന്നപ്പോഴേക്കും അതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ആ ശർക്കരപ്പാനിയിലും നെയ്യിലും ഒക്കെ എല്ലാം കിടന്ന് നമ്മുടെ തേങ്ങ നന്നായിട്ടൊന്ന് കുറുകി വറ്റി വരട്ടെ. അതിനുശേഷം അതിലേക്ക് അവലിട്ട് കൊടുക്കുന്നുണ്ട്. അവൽ നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ഒരു തടിത്തവി കൊണ്ടാകുമ്പോൾ എളുപ്പമുണ്ട് കേട്ടോ. കുഴഞ്ഞൊന്നും പോവുകയില്ല, വെള്ളം പാകത്തിനാവുന്നുണ്ട്. അങ്ങനെ അത് നന്നായിട്ട് മിക്സാക്കി ഈ സമയം ഇത്തിരി ഏലക്കായും ചുക്കും കൂടെ പൊടിച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തു. ഇനി നേരത്തെ വറുത്ത് വെച്ച നമ്മുടെ പൊട്ടുകടലയും ഒക്കെ ഇല്ലേ, ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാക്കൊത്തോ കാഷ്യൂനട്ടോ ഒക്കെ വറുത്തിടാം കേട്ടോ. ഞാനതൊന്നും ചെയ്തില്ല. ഇനി തീ ഓഫാക്കി ചെറു തീ വെച്ചാൽ ഇതൊക്കെ ചെയ്തത് കേട്ടോ. നമ്മുടെ അവലൊക്കെ ഇട്ടതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കുവാണേ. നല്ല സൂപ്പർ ടേസ്റ്റുള്ള, വൈകുന്നേരങ്ങളിലൊക്കെ നിങ്ങൾക്ക് കഴിക്കാൻ വളരെ ഇഷ്ടപ്പെടും. കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ കൊടുക്കാനും അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരെണ്ണമാണ്. പെട്ടെന്ന് ഉണ്ടാക്കാം കേട്ടോ. കട്ടൻ ചായയും അവൽ വിളയിച്ചത്. അഭിപ്രായം പറയണേ. കമൻറ്റും